ഫെബ്രുവരി 20 വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്ത മാർട്ടോയും. സഭാചരിത്രത്തിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളല്ലാത്തവരാണ് 11 വയസ്സുള്ള ഫ്രാൻസിസ്കോയും 10 വയസ്സുള്ള ജസീന്തയും. പോർച്ചുഗലിലെ ഫാത്തിമയിലെ വയലുകളിൽ കസിൻ ലൂസിയ സാന്റോയ്ക്കൊപ്പവും കുടുംബത്തിൻ്റെ ആടുകളെ മേയിച്ച സഹോദരനും സഹോദരിയും. ഇപ്പോൾ ഫാത്തിമ മാതാവ് എന്നറിയപ്പെടുന്ന മേരിയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. 1917 മെയ് 13 നടന്ന ആദ്യ ദർശനവേളയിൽ പരിശുദ്ധ അമ്മ 3 കുട്ടികളോട് ജപമാല ചൊല്ലാനും പാപികളുടെ മാനസാന്തരത്തിനായി ത്യാഗങ്ങൾ അർപ്പിക്കാനും ആവശ്യപ്പെട്ടു. കുട്ടികൾ പലപ്പോഴും പ്രാർത്ഥിച്ചും ഭിക്ഷക്കാർക്ക് ഉച്ചഭക്ഷണം കൊടുത്തും സ്വയം ഭക്ഷണം കഴിക്കാതെയും ഇരുന്നു. അവർ തങ്ങളുടെ ദൈനംദിന കുരിശുകൾ സമർപ്പിച്ചു. ചൂടുള്ള ദിവസങ്ങളിൽ വെള്ളം കുടിക്കുന്നത് പോലും ഒഴിവാക്കി. 1918 ഒക്ടോബറിൽ ഫ്രാൻസിസ്കോയും ജസീന്തയും സ്പാനിഷ് പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി. പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഉടൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കിടപ്പിലായ ഫ്രാൻസിസ്കോ തൻ്റെ ആദ്യ കുർബാനയ്ക്ക് അപേക്ഷിച്ചു. അടുത്ത ദിവസം 1919 ഏപ്രിൽ 14 ഫ്രാൻസിസ്കോ മരിച്ചു. ജസീന്തയ്ക്കും ദീർഘകാലമായി അസുഖമുണ്ടായിരുന്നു. ഒടുവിൽ അവരെ ലിസ്ബൺ ആശുപത്രിയിലേക്ക് മാറ്റി. നെഞ്ചിലെ ഒരു കുരുവിന് ശസ്ത്രക്രിയ നടത്തി. പക്ഷേ അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടില്ല. 1920 ഫെബ്രുവരി 20 അവർ മരിച്ചു. ഫാത്തിമയിൽ പരിശുദ്ധ മാതാവിൻ്റെ ആദ്യ ദർശനത്തിൻ്റെ 83-ാം വാർഷികത്തിൽ 2000 മെയ് 13 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 2017 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ മുന്നിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും കത്തോലിക്ക സഭയിലെ വിശുദ്ധരായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.